ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തൃശ്ശൂർ വെള്ളയപ്പമങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന വെള്ളയപ്പത്തിൻ്റെ രുചിക്കൂട്ടാണ് കേട്ടോ. റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് വറുത്ത അരിപ്പൊടി, ഒരു കോഴിമുട്ട, പിന്നെ ബേക്കിംഗ് സോഡ, 2 ഗ്ലാസ് തേങ്ങാപ്പാൽ, 2 ഗ്ലാസ് മൂന്നാം പാൽ, അല്ലെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കാം, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഈസ്റ്റ്. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 3 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി നീക്കാം കേട്ടോ. ഇത് നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് മാറ്റുന്നത്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഈ മാറ്റി വെച്ച 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് മൂന്നാം പാലാണ് എടുക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാനിത് കുറുക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3 ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ഈസ്റ്റ് എന്നിവ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചൂടാറാൻ വേണ്ടി നീക്കി വെച്ചിട്ടുള്ള കുറുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിരിക്കും. ഇതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള 1 ഗ്ലാസ് മൂന്നാം പാലാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഇനി അത് നെക്സ്റ്റ് ഡേ നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പച്ചട്ടി എടുക്കാം. അതൊന്ന് ഫ്ലെയിം ഓണാക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത്. ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്പം കാണാൻ അത്ര വലിയ ലുക്കൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വരുന്ന അപ്പം നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. നല്ല സ്വാദോട് കൂടിയിട്ട് നല്ലൊരു ടെക്സ്ചറിലാണ് പിന്നെ ഉണ്ടാക്കി വരുന്ന അപ്പമൊക്കെ നമുക്ക് റെഡിയായി കിട്ടാം കേട്ടോ. ഇത് കണ്ടില്ലേ നമ്മുടെ രണ്ടാമത്തെ അപ്പം. അങ്ങനെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അപ്പം. ഈ ബാറ്റർ വെച്ചിട്ട് ഒരു 25 അപ്പം നമുക്ക് കിട്ടും.